ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ലൈനറാണ്. അപ്പോൾ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കൊണ്ടുവിടെ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എന്നാൽ തൽക്കാലം നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഈ സർവീസിൽ നമുക്ക് മാറ്റമുണ്ടാകും. ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ ക്ലച്ചിനകത്ത് 2 കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് എഞ്ചിൻ ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഓറിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഓയിൽ പുറത്ത് വന്നാണ് ഈ കാണുന്നത് കേട്ടോ. ഈ സൈഡ് അത്യാവശ്യം ലീക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ കൈയോടെ നമ്മൾ ക്ലിയർ ചെയ്ത് വിടണം. കാരണം നമുക്ക് എഞ്ചിനിൽ ഈ ആക്റ്റീവ 60 മോഡൽ വണ്ടികളുടെ എഞ്ചിനിൽ ആകൂട്ടിയുള്ളത് 600 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിനകത്ത് ഓരോ ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് എഞ്ചിൻ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ചിട്ട് അതിൻ്റെ ഓറിങ് കാര്യങ്ങൾ മാറ്റി, ഓറിങ്ങും ഈ ഓയിൽസിലും മാറ്റണം കേട്ടോ. അത് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം പിന്നെ എയർ അടിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും ഓക്കെയാണ്, പ്രോബ്ലം ഇല്ല, നല്ല ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് തന്നെയാണ്. പിന്നെ ക്ലച്ച് ചെറിയൊരു ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് ഒരു തുരുമ്പ് പിടിച്ചാണ് ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്ന് ക്ലീൻ ആക്കാം. ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് കയറ്റിയിട്ടൊന്ന് ലേത്തി കൊടുത്ത് പോളിഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ഡ്രമ്മിൽ പിടിക്കുന്ന ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ വണ്ടി ഒന്ന് റേസ് ആയതിന് ശേഷമാണ് മൂവ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വണ്ടി ഫസ്റ്റ് മൂവ് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷൻ ശരിക്കും ഉരച്ചിൽ വരണം. ബാക്കിയത്തൊക്കെ ഫുൾ ലോഡായിട്ടാണ് ഓടേണ്ടത്. അപ്പോൾ അതിനകത്ത് ചെറിയ സ്കിപ്പിങ് കാണിക്കുന്നതുകൊണ്ടാണ് ആ വലിയിൽ ചെറിയ വേരിയേഷൻ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഔട്ടർ ഒന്ന് പോളിഷ് ചെയ്യുക, ബാക്കിയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്താൽ മതി. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ക്ലച്ച് ഔട്ടർ മാത്രം ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റി വരും. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, നമ്മളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.866 ഇഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കണം. ബാറ്ററിയുടെ കേസ് ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ നമുക്കുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ജാമായിരിക്കുക. ഇപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷേ എന്നാൽ പോലും ആക്സിലേറ്ററിന് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്സിലേറ്റർ കേബിൾ നമുക്ക് വിശ്വസിച്ച് ഓടിക്കാൻ പറ്റില്ല. കാരണം നമുക്കിത് CVT ക്ലച്ചാണ്, വണ്ടി ആക്സിലേറ്റർ റൈസ് ആയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും, അത് ഏത് കണ്ടീഷനാണെങ്കിലും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റിക്കളയണതാണ് നല്ലത്. ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് 2 കേബിൾ വരാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം 2 കേബിളാണ് വരാം. ആ 2 കേബിളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം ആക്സിലേറ്റർ കേബിളും അതിൻ്റെ ലേബർ ചാർജ് അടക്കം വരുമ്പോൾ ഏകദേശം 850 രൂപ നമുക്ക് അതിന് മാത്രം ചിലവ്, അതിന് മാത്രം നമുക്ക് ചിലവുണ്ട്. ആക്സിലേറ്റർ 2 കേബിളിൻ്റെ ആ കേബിൾ മാറുന്ന ലേബർ ചാർജ് അടക്കം വരുമ്പോൾ 850 രൂപയോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ അഴിച്ച് കൂട്ടത്തേക്കൂടെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. ഒന്ന് നമുക്ക് ജനറൽ സർവീസായിട്ട് വന്ന ജനറൽ സർവീസിൻ്റെ ചാർജ് വരും, എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്, ആക്സിലേറ്ററിൻ്റെ 2 കേബിളും മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് വന്ന ഓയിൽ സീലും അതിൻ്റെ ഓറിങ്ങും അതിൻ്റെ ലീക്ക് കാണിച്ചാണ് ആ ഐറ്റംസ്. പിന്നെ ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്യണ കേസും പറഞ്ഞിട്ടുണ്ട്. ഇത്ര കേസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.